ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി ക്ഷേത്രത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്തായിരിക്കും സുധി അമ്പലമുറ്റത്തിരുന്നിട്ട് പിച്ചെടുക്കുന്നതായിട്ട് കാണുന്നത്. രേവതി ഒരിക്കലും തന്നെ കാണരുതേ എന്നൊക്കെ ചിന്തിച്ച് സുധി മുഖം മറച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും രേവതി സുധിയെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ സ്വാമിജി പറഞ്ഞിട്ടുണ്ടല്ലോ സുധിയുടെ ഒരു അക്ഷരം പോലും മിണ്ടരുതെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. വീണ്ടും രേവതി ചോദിക്കുന്നത് നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തും സുധി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അന്നേരം രേവതി നേരെ സച്ചിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഏട്ടന്റെ അമ്പലമുറ്റത്ത് വന്നിരുന്നിട്ട് പിച്ച എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തിന്റെ സച്ചി അത് കേട്ടിട്ട് അങ്ങ് ചിരിക്കാണ്. ആര്, സുധിയോ എന്ന് ചോദിക്കും. രേവതി നിനക്ക് ആള് മാറിക്കാണും, സുധി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന സമയത്തിന്റെ രേവതി പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക് സച്ചിയേട്ടാ, സുധിയെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല, സച്ചിയേട്ടൻ ഉടനെ തന്നെ ഇവിടെ വരണമെന്നൊക്കെ പറയുന്നത് കേട്ട് നീ ഫോൺ വെക്ക് രേവതി, ഞാൻ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സച്ചി അമ്പലത്തിലേക്ക് വന്ന സമയത്തിന് രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ട് തന്നെ സുധി പിച്ചെടുക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് ദേഷ്യം വരട്ടെ സച്ചിക്ക്. സച്ചി ദേഷ്യം വന്നിട്ട് സുധീനെ പിടിച്ചു വലിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. പിച്ചക്കാരന്റെ വേഷത്തിൽ സുധീനെ കാണുന്ന സമയത്തിന് സച്ചി കുറെ അധികം ഇട്ട് കളിയാക്കുന്നുണ്ടെങ്കിലും സുധി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ സുധീനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതും കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരും. സുധിയാണെന്ന കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനോട് പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ നിങ്ങൾ ഇത്ര കാലം ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ഏതവനെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ടീയും കോഫിയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇത് പിച്ചക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കും. അന്നേരം സച്ചി പറയുന്നുണ്ട് അയ്യോ ഇത് നമ്മുടെ വീട്ടിലെ ആള് തന്നെയാണെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട് ഓ ഇത് നമ്മുടെ ഏരിയയിലുള്ള ആള് തന്നെയായിരിക്കും. അവർക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് 5-10 രൂപ കൊടുക്കുന്നതിന് പകരം നീ എന്തിനാണ് ഇവനെ ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കാണ് ചന്ദ്ര. ഇറക്കി വിടണ എന്റെ വീട്ടിൽ നിന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഒരുപാട് വർഷത്തോളായിട്ട് കുളിക്കാത്തത് പോലെയുണ്ട് എന്നൊക്കെ പറയും. അവന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ആകെ മുഷിഞ്ഞിരിക്കുന്നു, കണ്ടാൽ തന്നെ അറപ്പാവുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നിർത്താങ്ങനെ സുധീരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് വേണ്ടാമേ കൂടുതലൊന്നും സംസാരിക്കണ്ട, പിന്നെ അമ്മക്ക് ഒരുപാടധികം വിഷമിക്കേണ്ടി വരുമെന്ന് പറയും. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇതുപോലുള്ള പിച്ചക്കാരനൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ എത്രയും വിഷമമുള്ള കാര്യമല്ലേ അമ്മേ, ഇദ്ദേഹം ആരാണ് എന്ന കാര്യം അറിയാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നത് എന്താടി ഇനി നീ പിച്ചക്കാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണോ എന്ന് ചോദിക്കും. ഇവൾ എത്രമാത്രം മര്യാദ കൊടുത്തിട്ടാണ് ആ പിച്ചക്കാരനോട് പോലും സംസാരിക്കുന്നത് എന്ന് നോക്ക്, അവൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയും. എന്താ ഇവൻ ഇവിടെ നിന്നും ഇറക്കി വിടാൻ ആരുമില്ലേ, ഇങ്ങനെയാണെങ്കിൽ ഇവൻ വീടിന്റെ നടുക്ക് തന്നെ വന്ന് നിൽക്കുമല്ലോ, കിടക്കടാ പുറത്തു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആട്ടിപ്പായിക്കാൻ നോക്കട്ടെ സുധീനെ. ചന്ദ്രയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് സുധിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട്ടോ. സുധി സങ്കടപ്പെട്ട് അമ്മേ എന്നങ്ങ് വിളിക്കാണ്. ആ സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട് എടാ പുറത്ത് പിച്ചെടുക്കുന്ന വീടിയൊന്നും നീ ഇവിടെ വന്ന് വിളിക്കാൻ നിൽക്കണ്ട, അമ്മ എന്ന് ഉറക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് 10-20 വാങ്ങിയിട്ട് പോവാമെന്നൊരു വിചാരം നിനക്ക് കാണും. അല്ലെങ്കിലും നിന്റെ കൈക്കും കാലിക്കും യാതൊരു കുഴപ്പമില്ലല്ലോടാ, വല്ല ജോലിയും ചെയ്തിട്ട് നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കാണ് ചന്ദ്ര. അല്ലെങ്കിലും നിന്നൊക്കെ പെറ്റി വളർത്തി വലുതാക്കിയ അവരെയാണ് പറയേണ്ടത്. എടി രേവതി അകത്ത് വല്ല പഴഞ്ചോറും ഇരിക്കുന്നുണ്ടോ, പഴഞ്ചോറ് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുത്തേക്ക്, എടാ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം, ഇനി നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രൻ. അന്നേരം അമ്മയെന്നിങ്ങനെ സുധി വിളിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട് എടാ പിച്ചക്കാരാ നീ എന്നെ അമ്മയെന്നൊന്നും വിളിച്ചേക്കരുത് എന്ന് പറയും. ആ സമയത്തിന് സുധി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന് കൊണ്ട് തന്നെ പറയുന്നത് അമ്മേ ഇത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ കൈ കയറി പിടിക്കും. എന്നാൽ അത് സുധിയാണ് എന്ന് മനസ്സിലാക്കിയതോടു കൂടി തന്നെ ചന്ദ്രമതിക്ക് അത് വല്ലാത്ത ഷോക്കായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നത് എന്താടാ സുധി ഇത്, എന്താണ് നിന്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആന്റി ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, അല്ല ആരാ ഇത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട് എന്റെ മോന്റെ അവസ്ഥ ഒന്ന് നോക്കുമോളെ. അന്നേരം സുധിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് പിച്ചക്കാരനെ പോലെ ഇങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ടാവട്ടോ. ആ ഒരു അവസ്ഥ കണ്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചിലായിരിക്കും. ശ്രുതി ചോദിക്കുന്നതിന് സുധി നീയോ, ഞാൻ ശരിക്കും ഒരു പിച്ചക്കാരനാണെന്നാ വിചാരിച്ചത്, എന്ത് പറ്റി സുധി നിനക്ക് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പൊട്ടിക്കരട്ടോ. മോനെ സുധി ഇനി ഈ നിലയിലാണോ ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അയ്യോ എന്റെ ഈശ്വര, എന്റെ മോന്റെ ഭാവി പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ചിങ്ങനെ കരയായിരിക്കട്ടെ ചന്ദ്രമതി. അന്നേരം ശ്രുതി ചോദിക്കുന്നതിന് എന്തിനാ സുധി നീ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഒരു വേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നത് ഇതെല്ലാം പിച്ചക്കാരുടെ യൂണിഫോം ആണെന്ന് പറയും. എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നത് എന്ത് പിച്ച എടുത്തുന്നോ രേവതി, ഇവൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, എന്താടാ നീ പിച്ച എടുത്തു എന്ന് സുധിയോടും ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നത് അച്ഛ അവനൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, അവൻ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം രേവതി പറയുന്നത് അച്ഛാ ഞാൻ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് തന്നെ അവിടെ പതിപോലെ ഇരിക്കുന്ന പിച്ചക്കാരുടെ ഇടയിൽ ഇയാളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം സച്ചി പറഞ്ഞത് അതെ അച്ഛാ, കൃത്യസമയത്താണ് രേവതി എന്നെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ അമ്പലത്തിലേക്ക് വരാമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ ഇവൻ വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് പിച്ച എടുക്കുമായിരുന്നു. അമ്മയെ വല്ലതും തായോ എന്നൊക്കെ പറഞ്ഞ അവൻ അങ്ങനെ പിച്ചപാത്രം എടുത്തിട്ട് വിളിച്ചു കൂവായിരുന്നു. അവന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ കഷ്ടം തോന്നിയിരുന്നു അച്ഛാ. അവൻ ഒരിക്കലും എന്നെ ബഹുമാനിക്കാറില്ല, പക്ഷേ എന്നാൽ പോലും അവൻ എന്റെ കൂട്ടുപിറപ്പായില്ലേ, അതുകൊണ്ട് ആ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയാണ് സച്ചി.
അന്നേരം രവീന്ദ്രൻ പറയുന്നത്, എടാ സുധി, നിന്നോട് ജോലി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ, എന്നിട്ട് നീ എന്തിനാ ഇവിടെ നിന്ന് പിച്ചെ എടുക്കാൻ പോയത്? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കാതിരിക്കൂടെ രവീന്ദ്രൻ. ആ സമയത്തിന് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ സുധീരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്തിന് സച്ചി പറയുന്നുണ്ട്, അതെ പാർലറമ്മ അവന്റെ അടുത്തേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. കാരണം അവൻ ഏതോ പിച്ചക്കാരന്റെ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് പോയ ഭയങ്കര നാറ്റമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ സച്ചി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി വളരെയധികം വിഷമത്തോടു കൂടെ അവിടെ നിന്നങ്ങ് മാറി നിൽക്കുകയാണ്. ആ സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി, സത്യം പറയടാ, നീ എന്തിനാ പിച്ചെടുക്കാൻ പോയത്? എല്ലാവരും മാറി മാറി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് വല്ലാതാവും. ശ്രുതി പറയുന്നത്, എനിക്ക് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു അമ്മേ. കാനഡയിലേക്ക് എനിക്ക് നല്ലൊരു ജോലി സെറ്റായതായിരുന്നു. എനിക്ക് നല്ലൊരു അവസരം എന്നെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ പോലും എടുക്കാനില്ല. നിങ്ങളാരും എനിക്ക് പൈസ തരില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, എന്ന് വെച്ച് നീ പിച്ചെടുക്കാൻ പോകണമായിരുന്നോ? പിച്ചെടുത്താൽ നിനക്ക് 14 ലക്ഷം രൂപ സമ്പാദിക്കാമെന്ന് നീ അന്ന് വിചാരിച്ചോടാന്നൊക്കെ ചോദിക്കാട്ടോ. അന്നേരം സുധി പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും അല്ല അച്ഛാ, എനിക്ക് പണം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സ്വാമിയാണ് എന്നോട് പറഞ്ഞത്, ഒരു ദിവസം മുഴുവനായിട്ട് അമ്പലനടയിൽ പിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കോടീശ്വരനായിട്ട് മാറുമെന്ന്. അങ്ങനെ എനിക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതെന്നൊക്കെ പറയായിരിക്കട്ടെ സുധി. ആ സമയത്തിന് സച്ചി കളിയാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ അമ്പലനടയിൽ സ്ഥിരമായിട്ട് പിച്ചെടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഇപ്പോൾ കോടീശ്വരന്മാരായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? അല്ല, നീ ഒരു ദിവസം പിച്ചെടുക്കുമ്പോഴേക്കും അങ്ങ് കോടീശ്വരനായിട്ട് കാനഡയിലേക്ക് പറക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് സച്ചി കളിയാക്കും. അന്നേരം ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട്, എടാ ഒന്ന് ചുമ്മാതിരിക്കടാ എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അതെ, ഞാൻ ചുമ്മാതിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഇവൻ അമ്പലനടയിൽ നിന്നിട്ട് ഭിക്ഷ യാചിക്കുമായിരുന്നു. ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം വരട്ടെ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ ഞങ്ങൾ എല്ലാവരും ജീവനോടെ ഇരിക്കുന്ന സമയത്തിന് നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ. നിനക്ക് എന്താടാ ഇവിടെ ഒരു കുറവുള്ളത്? രാജാവിനെ പോലെയല്ലേ ഇത്ര കാലം ഞങ്ങളെല്ലാവരും നിന്നെ നോക്കിയത്? എന്തിനാ സുധി നീ അവിടെ പോയിട്ട് ഭിക്ഷ യാചിക്കാൻ പോയത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടതിന് ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്തിന് ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതി, നീ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് നിന്നെ സമ്മതിക്കില്ലായിരുന്നു. എന്തിനാ സുധി ഞങ്ങളെയൊക്കെ മറന്നുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ ശ്രുതി ചോദ്യം ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, സാരമില്ല മോളെ, വിട്ടേക്ക്. അവൻ ഒരിക്കലും ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നും അല്ലല്ലോ. ഏതോ സ്വാമിജി പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ ചെയ്തു പോയതല്ലേ. അതുകൊണ്ട് ശ്രുതി, നീ അതൊന്നും കാര്യമാക്കണ്ട. നീ അവനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ തലയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊക്കെ പറയാറിക്കൂടെ രവീന്ദ്രൻ. അന്നേരം ശ്രുതി ഒന്നും വേണ്ടാതെ ശ്രുതിയുടെ കൈയും പിടിച്ച് നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ എത്തിയ ഉടനെ തന്നെ ഡോറങ്ങ് ലോക്ക് ചെയ്തതിന് ശേഷം ശ്രുതിനെ പൊതിരിട്ടങ്ങ് അടിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ എന്താണ് നീ ചെയ്ത് വെച്ചേക്കുന്നത്? നീ എന്നെ മനഃപൂർവ്വം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാറ്റിക്കാൻ വേണ്ടിയിട്ടില്ലടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എടാ എന്ത് കോലായത്, എന്താ നീ ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടതിനെ ശ്രുതി നിർത്താതെ ഇങ്ങനെ പൊതിരിയിട്ട് അടിക്കായിരിക്കട്ടെ ശ്രുതിനെ. ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വേണ്ട, നിർത്ത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ശ്രുതി? ഞാൻ ജോലിക്ക് പോവാത്തതിന്റെ പേരിൽ നീയും എന്നെ ഒത്തിരിയധികം വഴക്ക് പറഞ്ഞിരുന്നില്ല. എന്റെ മുന്നിൽ യാതൊരുവിധ അവസരം തെളിയാത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും നിന്നെ കയറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമെന്ന് നീ കരുതിയോ? ഞാൻ ജീവിക്കുന്നതെന്ന് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയായിരിക്കട്ടെ ശ്രുതി. നിന്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് നിന്നെ കൈവിടാൻ പോകുന്നത്? നീ ഇങ്ങനെ ഒരു ഇഡിയറ്റിനെ പോലെ ഒന്നും പ്രവർത്തിക്കരുത്. ഏതവസരത്തിലും ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് അങ്ങനെ ആത്മവിശ്വാസം കൊടുക്കാണ് ശ്രുതി. പിന്നീട് കാണിക്കുന്നത് വർഷനെ ആയിരിക്കും. സച്ചിയും വർഷയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം വർഷ നേരെ തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യത്തിൽ ആ ഒരു ബാഗ് അങ്ങ് നിലത്തേക്കിടാണ്. എന്നിട്ട് അച്ഛനോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. വർഷ പറഞ്ഞിട്ട്, അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോക്കറെ കണ്ടുപിടിച്ചില്ലേ? അവൻ ഏതായാലും ഞാൻ വരുന്ന സമയത്തിന് എന്റെ വണ്ടി തടഞ്ഞ് എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ശ്രീകാന്തിന്റെ ഏട്ടൻ സച്ചി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയായിരിക്കട്ടെ വർഷ. അന്നേരം മഹിമ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോ ആ സച്ചി അങ്ങോട്ടേക്കും വന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, അതെ, സച്ചിയേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ സേവ് ആക്കിയത്. അല്ലെങ്കിൽ പിന്നെ ആ റോഷൻ എന്നെ എങ്ങോട്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെന്ന് പറയട്ടെ വർഷ. അന്നേരം മഹിമക്കൊരു ഷോക്കായിരിക്കും. മഹിമ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ അങ്ങനെ, അവൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് മധുസൂദനൻ പറഞ്ഞിട്ട്, മഹിമെ, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇത്ര നാളും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെ റോഷൻ അങ്ങ് പൊട്ടിമുളച്ചു? സിനിമാ ഹീറോയെ പോലെ തന്നെ വർഷയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നില്ലേ? ഇതൊക്കെ ശരിക്കും ആ സച്ചിയുടെ പ്ലാന് തന്നെയായിരിക്കും. അവനെ കൊണ്ടുവന്നിട്ട് നിന്നെ ഉപദ്രവിക്കുന്നത് പോലെ അഭിനയിച്ചു. അതിനുശേഷം നിന്നെ രക്ഷിക്കുന്നത് സച്ചിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ മധുസൂദനൻ. ഇത് കേൾക്കുന്ന സമയത്തിന് വർഷക്കങ്ങ് ദേഷ്യം വരുടെ വർഷ ചോദിക്കുന്നുണ്ട്, അച്ഛാ, നിങ്ങൾ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? സച്ചിക്കും അവനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് അവർ രണ്ടുപേരും തമ്മിൽ കാണുന്നത് തന്നെ. നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പയ്യനിൽ നിന്ന് എനിക്കൊരു പ്രോബ്ലം വന്നു, അത് നിങ്ങളും കൂടി കാരണക്കാരനാണെന്നൊക്കെ പറയട്ടോ വർഷ. എന്നിട്ട് ആ തെറ്റെന്താ അച്ഛനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? എന്നിട്ട് പോലും എന്തിനാ വെറുതെ സച്ചിയേട്ട ഇങ്ങനെ കുറ്റം പറയുന്നത്? മധുസൂദനം പറഞ്ഞിട്ട്, മോളെ, നിനക്ക് ആ സച്ചി ശരിക്കും അറിയാഞ്ഞിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാന്ന് പറയുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, സ്റ്റോപ്പ് ഇറ്റ് അച്ഛാ, ഇതുപോലുള്ള നോൺസെൻസിന് എന്നോട് സംസാരിക്കരുത്. അച്ഛൻ എല്ലാവരെയും സംശയമാണ്. ഇതുപോലെ തന്നെയാണ് അന്ന് ആ രേവതിയേട്ടത്തെയും സംശയിച്ചത്. അന്നേരം മധുസൂദനം പറഞ്ഞിട്ട്, മോൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ രേവതിയോടും അന്ന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. അന്ന് നിന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചത് രേവതി തന്നെയാണ്.
അന്നേരം വർഷ വീണ്ടും പറഞ്ഞിട്ട് സ്റ്റോപ്പ് ഇറ്റച്ച, എന്റെ രേവതിയെടുത്തി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വേണ്ടിയിട്ട് രേവതിയെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നറിയാമോ? ആ വീട്ടിൽ എന്നെ സ്വന്തം അനിയത്തെ പോലെ എത്രമാത്രം കെയർ ചെയ്തിട്ടാണ് രേവതിയെടുത്തി നോക്കുന്നത് എന്ന കാര്യം അച്ഛനറിയാമോ? അന്നേരം മഹിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി അതൊക്കെ അവളുടെ ഡ്രാമ മാത്രല്ലേ, നിന്റെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് അവൾ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കട്ടെ മഹിമ. അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വെച്ചാൽ പൈസ അടിച്ചു മാറ്റുന്നവരാണെന്നാ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്. രേവതിയെടുത്തി എന്നെ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ് നോക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയട്ടെ വർഷ. നിങ്ങളന്ന് ആവശ്യമില്ലാത്ത രീതിയിൽ രേവതിയെടുത്തെ പറ്റി സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് സച്ചിയേട്ടൻ അന്ന് അങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്തത്. മധുസൂദനം പറയുന്നിട്ട്, കണ്ടില്ലേ മഹിമേ, ഇന്നലെ വരെ എന്റെ മോൾ എന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്, എന്നാൽ ഇന്ന് ഒരു നിമിഷത്തേക്ക് അവൾ അങ്ങ് മാറി മറിഞ്ഞ് ആ കള്ളനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയാട്ടോ. അന്നേരം മഹിമ ചോദിക്കുന്നിട്ട്, എന്താണ് നിന്റെ സ്വന്തം അച്ഛനെ അവൻ അടിച്ചത് ശരിയാണ് എന്ന് നീ പറയാൻ വരുവാണോ എന്ന് ചോദിക്കും. അന്നേരം വർഷ പറയുന്നിട്ട്, അത് തെറ്റ് തന്നെയാണ് മമ്മി, പക്ഷേ ഡാഡി ചെയ്തത് അതിനേക്കാൾ വളരെ വലിയ തെറ്റല്ലേ എന്ന് ചോദിക്കാട്ടോ വർഷ. അന്നേരം മധുസൂദനം പറയുന്നിട്ട്, മോളെ ഇത്രത്തോളം നിന്റെ മൈൻഡ് മാറ്റിയെടുക്കണമെങ്കിൽ ആ ജോക്കറിനോടൊപ്പം ചേർന്നിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയും. ആ സമയത്തിന് വർഷക്കങ്ങ് ദേഷ്യം വരുടെ വർഷ പറയുന്നിട്ട്, അച്ഛാ വീണ്ടും ഇതിനെ പറ്റിയിട്ട് എങ്ങനെ സംസാരിക്കല്ലേ, എനിക്കിപ്പോ സംശയം ആ ജോക്കറിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നിങ്ങളാണോ എന്നാണ്. അന്നേരം അച്ഛൻ ചോദിക്കുന്നത്, എന്താ മോളെ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞാനും ശ്രീകാന്തുമായി പിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യം പിന്നെ എങ്ങനെ ആ ജോക്കറിന് ഒരു ദിവസം കൊണ്ട് മനസ്സിലായി? ഇത് ശരിക്കും എന്റെ തെറ്റ് തന്നെയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. പാവം എന്റെ ശ്രീകാന്ത്, ഞാനില്ലാതെ ഒരിക്കലും അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുവാണ്. പാവം അവൻ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ന് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചേ പറ്റുള്ളൂ, ഞാൻ പോവാണ് എന്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വർഷം അവിടെ നിന്ന് ബാഗ് എടുത്ത് പോവാൻ നോക്കാട്ടോ. അന്നേരം മഹിമ തടഞ്ഞു വെച്ചുകൊണ്ടതിന് ചോദിക്കുന്നതിന്, മോളെ ഇതല്ലേ നിന്റെ വീട് എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, അല്ല ശ്രീകാന്ത് ഇരിക്കുന്ന വീടാണ് എന്റെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന്, ബായ് അച്ഛ ബായ് അമ്മ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു വർഷ ഏതായാലും നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ വർഷ അവിടെ നിന്ന് അങ്ങ് പടിയിറങ്ങി പോകുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ വർഷയുടെ അച്ഛനും അമ്മക്കും. വർഷ നേരെ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്നുകൊണ്ട് ശ്രീകാന്തിനോട് പറഞ്ഞത്, ശ്രീകാന്ത് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം, ഇനി മുതൽ എക്കാലത്തും നമ്മുടെ വീട് അതാണ് എന്നൊക്കെ പറയും. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ടും അവിടെയും ഇവിടെയുമായിട്ട് എത്ര നാളിങ്ങനെ കഴിയാൻ പറ്റും? വർഷയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നത്, എന്താ വർഷ ഇപ്പോഴാണോ ഇതൊക്കെ നിനക്ക് മനസ്സിലായത് എന്ന് ചോദിക്കാൻ. അന്നേരം വർഷ പറയുന്നത്, അതേ ശ്രീകാന്ത്, ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി തന്നെ രക്ഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കും. നല്ല സമയത്താണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നത്, എന്നാൽ പോലും അയാൾ എന്റെ അച്ഛനടിച്ച ദേഷ്യം എന്റെ മനസ്സിൽ നിന്നും മാറില്ല എന്നും പറയും. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ ജീവിക്കേണ്ടത് നിന്റെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ കൂട്ടി വർഷ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വർഷയെ കാണുന്ന സമയത്തിന് രവീന്ദ്രന് ഒത്തിരി സന്തോഷമായിരിക്കും. ചന്ദ്ര ഇതാരാ വന്നേ നോക്കിയെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഓടി വരും. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്രമതി പറഞ്ഞതിന്, എനിക്കറിയാമായിരുന്നു പിണക്കങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന്, ഏതായാലും നിങ്ങൾ വന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി, അകത്തേക്ക് വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി അവരങ്ങനെ അകത്തേക്ക് സ്വീകരിക്കും. എന്നാൽ ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ടതിന് ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടെ. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോ, ഇവരൊരിക്കലും ഇനി ഈ വീട്ടിലേക്ക് കയറി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇനി ഇവരിങ്ങോട്ടേക്ക് കയറി വന്നാൽ പിന്നെ ആന്റിയുടെ അടുത്ത പ്രശ്നം ഞാൻ തന്നെയായിരിക്കും, ഇനി മുതൽ എന്റെ മെക്കെട്ട് കയറാനായിരിക്കും ആന്റി നോക്കുന്നത്. സച്ചി ചോദിക്കുന്നുണ്ട്, എടാ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് നിന്നെ എത്ര പ്രാവശ്യം തിരിച്ചു വിളിച്ചു, എന്നിട്ട് ഇപ്പോഴാണ് നിനക്ക് തിരിച്ചു വരാൻ തോന്നിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, അങ്കിൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, ആര് ശരി ആര് തെറ്റിയെന്നും സംസാരിച്ചിട്ട് എവിടെയും എത്താൻ പോകുന്നേ, നമുക്ക് ഏതായാലും ഇനി പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വർഷ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു കേക്ക് നേരെ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ ശ്രീകാന്ത് ആ ഒരു കേക്ക് പുറത്തേക്ക് എടുക്കുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് വർഷ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച കേക്കാണ്, അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ആ ഒരു കേക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്. വർഷ പറയുന്നുണ്ട്, ബർത്ത്ഡേക്ക് മാത്രമേ കേക്ക് മുറിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ, ഇന്നേതായാലും ഒരു സന്തോഷമുള്ള ദിവസമല്ലേ, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ കേക്ക് വാങ്ങിച്ചതാണെന്ന് പറയും. ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, പക്ഷേ നീ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് അത് നിന്റെ അച്ഛനെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റിയോ എന്നൊക്കെ ചോദിക്കാട്ടെ ശ്രുതി. അന്നേരം വർഷ പറഞ്ഞിട്ട് ശ്രുതി എടുത്തി, നടന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല, അതുകൊണ്ട് പാസ്റ്റിനെ പറ്റി ആലോചിക്കാതെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആലോചിക്കാലോ. എന്താ കറക്റ്റ് അല്ലേ അങ്കിൾ എന്നിങ്ങനെ വർഷ ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെ പോലെയാണ്, നല്ലതാണെങ്കിൽ വീണ്ടും നമുക്കത് വായിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ നമുക്കത് മാറ്റിവെക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാട്ടെ രവീന്ദ്രൻ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നതിനോട്ടോ രവീന്ദ്രൻ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സന്തോഷത്തിൽ കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ, രേവതി എത്തി വന്നിട്ട് ക്യാൻഡിൽ കത്തിക്കുക എന്ന് പറയും. എന്നിട്ട് ആരാണ് ക്യാൻഡിൽ ഊതാൻ പോകുന്നത് എന്ന് ചോദിക്കാട്ടെ വർഷ. അന്നേരം വർഷ, നീ തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ ഊതേണ്ടത് എന്നിങ്ങനെ ശ്രുതി പറയുന്ന സമയത്തിന്, എങ്കിൽ ശരി ശ്രീകാന്തേവ നമുക്ക് കേക്ക് കട്ടിയാമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് ആ ഒരു കേക്ക് ഇങ്ങനെ കട്ടിയാട്ട വർഷ. ശ്രുതി എടുത്ത് ഈ കേക്ക് പിടിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് കഴിപ്പിക്കുക എന്ന് പറയുന്ന സമയത്തിന് വർഷയുടെ കയ്യിൽ നിന്ന് ആ ഒരു കേക്ക് വാങ്ങിക്കുന്നുണ്ട് ശ്രുതി.
എന്നിട്ട് അടുത്തൊരു പീസ് കട്ട് ചെയ്ത് കൊണ്ടതിന് രേവതിക്ക് കൊടുത്തുകൊണ്ടതിന് വർഷ പറഞ്ഞതിന് രേവതി എടുത്ത് ഈ കേക്ക് പിടിക്കുക എന്നിട്ട് സച്ചിയേട്ട കൊടുക്കുക എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയാണ് സച്ചി. അപ്പോൾ വർഷ പറയുന്നത് അതൊന്നും പറ്റില്ല, നിങ്ങളുടെ വൈഫ് തന്നെ നിങ്ങളെ കഴിപ്പിച്ചു വെക്കണം, രേവതി എടുത്ത് അത് എടുത്തു കൊടുക്കുക എന്ന് പറയട്ടെ വർഷ. അങ്ങനെ രേവതി ഏതായാലും ആ ഒരു കേക്ക് എടുത്തുകൊണ്ടതിന് സച്ചിയെ കഴിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അതുപോലെ കേക്ക് എടുത്തിട്ട് ഏട്ടത്തിയെ കഴിപ്പിക്കുക എന്ന് പറയുന്ന സമയത്തിന് വർഷ പറഞ്ഞതനുസരിച്ച് സച്ചി ഏതായാലും രേവതിയെ കൊണ്ട് ആ ഒരു കേക്ക് കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയോട് കേക്ക് എടുത്തിട്ട് അങ്കിളിന് കൊടുക്കുക എന്ന് പറയുന്ന സമയത്തിന് കേക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ കുറേ ദിവസം ഇങ്ങോട്ടേക്ക് വരാതായപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി മോളെ. ഏതായാലും എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലോ, എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി മോളെ എന്നൊക്കെ പറയാറിക്കട്ടെ ചന്ദ്രമതി. ആ സമയത്തിന് വർഷ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിന് കാരണം മറ്റു ചിലരാണ് എന്നൊക്കെ പറഞ്ഞ സച്ചിനെ രേവതിയെ ഇങ്ങനെ നോക്കും. എന്നാൽ അതെന്താണെന്ന് മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുമായിരിക്കട്ടെ ചന്ദ്രമതി. എന്നിട്ട് പറയുന്നത് ഏതായാലും വർഷമോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒത്തിരിയധികം സന്തോഷമായി, ഈ വീട്ടിൽ എന്നും ഈ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കണം. രേവതി പറയുന്നത് ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്ന സമയത്തിന് വർഷ പറയുന്നത് അതൊന്നും വേണ്ട രേവതി എടുത്തി ആദ്യം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഇന്ന് ഏതായാലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം, ഞാൻ ഏതായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. രേവതി എടുത്ത് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കട്ടോ വർഷ നേരെ അകത്തേക്ക് കയറി പോകുന്നത്. ഏതായാലും വർഷ ഈ ഒരു കേക്ക് കട്ട് ചെയ്തതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കായിരിക്കട്ടെ ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആ പെണ്ണുങ്ങോട്ടേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരു വലിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തില്ലേ, ഇതിന് പിന്നിൽ എന്തായിരിക്കും കാരണം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, അവരിങ്ങോട്ടേക്ക് വന്നതിന്റെ സന്തോഷത്തിലാണ് അവർ ആ കേക്ക് കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ഭാഗം നീ ക്ലിയർ ആക്കി, ഇനിയെങ്കിലും നീ നിന്റെ 3 മക്കളെയും 3 മരുമക്കളെയും ഒരേ സ്ഥാനത്തിൽ തന്നെ കാണണമെന്നൊക്കെ പറയായിരിക്കട്ടെ രവീന്ദ്രൻ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് രേവതിയോടുള്ള ആ ഒരു ദേഷ്യം ഇങ്ങനെ കടുപ്പിച്ച് കാണിക്കുന്നുണ്ട് ചന്ദ്രമതി. രേവതിയെ ഒരിക്കലും ഒരു കാരണവശാലും തനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്